Welcome back all of you. Thaimon Antipsychotics drugs video series le nammade നാലാമത്തെ വീഡിയോ ആണത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് antipsychotic drugs ന്റെ route of administration പറ്റി കുറച്ച് പറഞ്ഞു. Then we discussed about metabolism. Then we discussed about what are the various receptors through which drug act. ഏതൊക്കെ റിസെപ്റ്റർ വഴിയാണ് മരുന്ന് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. Then അത് പറഞ്ഞപ്പോൾ നമ്മൾ അതോടനുബന്ധിച്ചിട്ടുള്ള യൂസസും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അഡ്വേഴ്സ് എഫക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പ്രധാനമായിട്ടും. Then we will also speak something about clozapine. അവസാനം നമുക്ക് ക്ലോസപ്പിന്റെ മാത്രം ഒന്ന് ജസ്റ്റ് അഡ്വേഴ്സ് എഫക്റ്റും യൂസും പറഞ്ഞ് നിർത്താം. അഡ്വേഴ്സ് എഫക്ട് ഓഫ് ആന്റിസൈക്കോട്ടിക്സ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്ഥിരം ചോദ്യമാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് D2 ബ്ലോക്കിംഗ് മൂലമുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. D2 നമ്മൾ എവിടെയൊക്കെയാണ് പാത്വേ ഒക്കെ നമ്മൾ പറഞ്ഞു. ഒരു പാത്വേ ആണ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയയിലെ D2 റിസെപ്റ്റർ ബ്ലോക്കിംഗ് മൂലമുണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വേഴ്സ്. ഇതിനെ നമ്മൾ വിളിക്കുക എക്സ്ട്രാപിരമിഡൽ സിംറ്റംസ് എന്നാണ് വിളിക്കുക. ഓർ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ EPS എന്നായിരിക്കും സാധാരണ എപ്പോഴും നമ്മൾ വിളിക്കുക. എക്സ്ട്രാപിരമിഡൽ സൈഡ് എഫക്ട്സ് എന്നാണ് വിളിക്കുക. 5 തരം എക്സ്ട്രാപിരമിഡൽ സൈഡ് എഫക്ട്സ് ആണ് പ്രധാനപ്പെട്ട ഈ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട EPS. സോ പ്രധാനമായിട്ടും ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഹാലോപെരിഡോൾ, ക്ലോർപ്രമാസിൻ പോലുള്ള ഡ്രഗുകൾ. ഹാലോപെരിഡോളിനൊക്കെ കൂടുതലായിരിക്കും. ദെൻ D2 ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ മരുന്നും ഉണ്ടാക്കാം. അപ്പൊ സെക്കൻഡ് ജനറേഷൻ D2 ബ്ലോക്കേഴ്സിനും ഉണ്ടാക്കാം. ഏതൊക്കെയായിരുന്നു? റെസ്പിരിഡോൺ ഉണ്ടാക്കാം, പാലിപെരിഡോൺ ഉണ്ടാക്കാം, അസിനാപ്പിൻ ഉണ്ടാക്കാം, ലുറാസിഡോൺ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ചിലത് ഉണ്ടാക്കുകയില്ല. ഏതൊക്കെയായിരുന്നു? ക്ലോസപ്പിൻ ഉണ്ടാക്കില്ല, അരിപിപ്രസോൾ ഉണ്ടാക്കില്ല, ബ്രെക്സിപിപ്രസോൾ ഉണ്ടാക്കില്ല, കാരിപ്രൈസിൻ ഉണ്ടാക്കില്ല. സോ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാക്കാവുന്നതും ഉണ്ടാക്കാത്തതുമായിട്ടുള്ള മരുന്നുകൾ രണ്ടും ഉണ്ട്. EPSലെ ഏറ്റവും സീരിയസ് ആൻഡ് ഏറ്റവും എമർജൻസി എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട കണ്ടീഷനാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിനെ നമുക്ക് ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം എന്ന് വിളിക്കാം. ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം ഏറ്റവും സീരിയസ് പ്രശ്നം മസിൽ റിജിഡിറ്റി ആണ്. സിവിയർ മസിൽ റിജിഡിറ്റി ആണ്. ആൻഡ് മസിൽ വിൽ ബി ഡിസ്ട്രോയ്ഡ് ആൻഡ് ദിസ് ക്യാൻ കോസ് റാബ്ഡോമയോലൈസിസ് ഉണ്ടാക്കാം. റാബ്ഡോമയോലൈസിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിസ് leads to malignant hyperthermia. സിവിയർ ആയിട്ട് ബോഡി ചൂടാവും. ഇതാണ് പ്രശ്നം. ശരീരഭാഗങ്ങൾ മുഴുവൻ ചൂടാകുന്നു. മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മസിൽസ് ബിക്കംസ് റിജിഡ്. സോ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ടു കൂൾ ഡൗൺ, തണുപ്പിക്കുക. കൂൾ ഡൗൺ, ബോഡി ടെമ്പറേച്ചർ താഴത്തേക്ക് കൊണ്ടുവരിക, ശരീരം തണുപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ദെൻ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദിസ് കണ്ടീഷൻ ഈസ് ഡാൻട്രോലിൻ ആണ്. IV ഡാൻട്രോലിൻ കൊടുക്കുക. ഡാൻട്രോലിൻ ഈസ് എ പെരിഫറലി ആക്ടിംഗ് സ്കെലിറ്റൽ മസിൽ റിലാക്സന്റ് ആണെന്ന് നമുക്കറിയാം. റൈനോഡിൻ റിസെപ്റ്റർ ബ്ലോക്കർ ആണ്. സോ ദിസ് കണ്ടീഷൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് ആന്റിസൈക്കോട്ടിക്സ്, ബിക്കോസ് ഓഫ് ദിസ് D2 ബ്ലോക്കിംഗ്. സോ അതുകൊണ്ട് വി ക്യാൻ ഗിവ് D2 അഗോണിസ്റ്റ് ഡ്രഗുകൾ നമുക്ക് കൊടുക്കാം. D2 അഗോണിസ്റ്റ് ഏറ്റവും പ്രധാനം ബ്രോമോക്രിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നാണ്. ബ്രോമോക്രിപ്റ്റിൻ പാർക്കിൻസൺസ് ഡിസീസിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് ബ്രോമോക്രിപ്റ്റിൻ. സോ വി ക്യാൻ ഗിവ് ദിസ് ഫോർ ദിസ് ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം. സോ ദിസ് ദ ഫസ്റ്റ് വൺ. ആദ്യത്തെ ഇതാണ് ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം ആണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ളത്. ഇനി 4 കാര്യങ്ങൾ കൂടി, 4 പ്രശ്നങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് 4 പ്രശ്നങ്ങൾ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഓർഡർ ഓഫ് അപ്പിയറൻസ്, ആ ഒരു ഓർഡറിൽ നമുക്ക് പറയാം. സോ ആദ്യം വരുന്ന രീതിയിൽ നമുക്ക് പറയാം. സോ രണ്ടാമത്തെ കണ്ടീഷൻ പറയാനുള്ളത് അക്യൂട്ട് മസ്കുലാർ ഡിസ്റ്റോണിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അക്യൂട്ട് മസ്കുലാർ ഡിസ്റ്റോണിയ. സോ ഇത് ഫസ്റ്റ് ഡോസ്, ആദ്യ ഡോസ് കഴിച്ചാൽ തന്നെ ഉണ്ടാകാം. ദെൻ ഫസ്റ്റ് വീക്കിനുള്ളിൽ ഈ പ്രശ്നം ഉണ്ടാകാം. സോ ഇത് പെട്ടെന്നുണ്ടാകുന്ന മസിൽ സ്പാസമാണ്. പ്രത്യേകിച്ച് കഴുത്തിലും ഹെഡിലും തലയിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടാകുന്ന മസിൽ സ്പാസമാണ്. കഴുത്തിലെ മസിൽ പ്രശ്നങ്ങൾ മൂലം ടോർട്ടിക്കോളിസ് ഉണ്ടാകും. ടോർട്ടിക്കോളിസ് എന്ന് വെച്ചാൽ കഴുത്തുവേദന, പിടലി വേദന, അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ ഓക്കുലോഗൈറിക് ക്രൈസിസ് എന്ന് പറയുന്ന കണ്ണിന്റെ മസിൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിവിയർ ആയിട്ടുള്ള. ദെൻ നാക്ക് പുറത്തേക്ക് ഇടുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാകാം. ഓക്കെ, അതിന് നമ്മൾ പ്രൊട്രൂഷൻ ഓഫ് ടങ് എന്നാണ് പറയാ. പ്രൊട്രൂഷൻ ഓഫ് ടങ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. ദെൻ ഇഫ് ദിസ് ഹാപ്പൻ ടു ദ ലാരിഞ്ചൽ മസിൽ ഡിസ്റ്റോണിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകും. ഓക്കെ, ലാരിഞ്ചൽ മസിൽ സ്പാസം ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അക്യൂട്ട് മസിൽ ഡിസ്റ്റോണിയക്ക് നമ്മൾ കൊടുക്കുക ആന്റി കോളിനർജിക് ഡ്രഗ് ആണ്. അട്രോപ്പിൻ ലൈക്ക് ഡ്രഗ് ആണ്. വി ക്യാൻ ഗിവ് ദിസ് ആന്റി ഹിസ്റ്റമിനിക് ലൈക്ക് ഡ്രഗും കൊടുക്കാം. സോ ആന്റി കോളിനർജിക്കും ആന്റി ഹിസ്റ്റമിനിക്കും ആയിട്ടുള്ള ഡ്രഗ് ആണ് പ്രോമെത്താസിൻ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഡൈഫെൻഹൈഡ്രമിനോ ഡൈഫെൻഹൈഡ്രനേറ്റോ അങ്ങനെയൊക്കെ ഉള്ള ആന്റി ഹിസ്റ്റമിൻ ഡ്രഗ് കൊടുക്കാം. ദെൻ ബെൻസ്ട്രോപ്പിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ
മരുന്നുകളാണ് നമ്മൾ ഈ കാര്യത്തിന് ഉപയോഗിക്കുക. അക്യൂട്ട് മസ്കുലാർ ഡിസ്റ്റോണിയ എന്ന് പറയുന്ന കണ്ടീഷൻസിന് കൊടുക്കുക. മൂന്നാമത്തെ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 3 പാർക്കിൻസൺസ് ഡിസീസ് തന്നെയാണ്. പാർക്കിൻസൺസ് ഡിസീസ് ആണ് പിന്നെ ഉണ്ടാക്കാവുന്ന തേർഡ് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം. സോ ഇത് ഫസ്റ്റ് വീക്ക് ടു ഫോർത്ത് വീക്ക്, ഇത് ഫസ്റ്റ് ഡേ ടു ഫസ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വീക്ക് ടു ഫോർത്ത് വീക്കിന് വിത്തിന് ഉണ്ടാകാം. സോ ടിപ്പിക്കൽ ദിസ് പാർക്കിൻസൺസ് സിൻഡ്രോം ഏതൊക്കെയായിരുന്നു? ബ്രാഡിക്കൈനേഷ്യ, റിജിഡിറ്റി, ഓക്കെ, ദെൻ ഫാസിനേറ്റിംഗ് ഗേറ്റ്, റെസ്റ്റിംഗ് ട്രമർ. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ദെൻ ഇതിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ മരുന്ന് കഴിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് റാബിറ്റ് സിൻഡ്രോം എന്ന് പറയാം. റാബിറ്റ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഖത്തെ മസിലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പെരി ഓറൽ ട്രമർ, മുഖത്തെ മസിലുകൾ ഇങ്ങനെ വിറയൽ ഉണ്ടാകുന്ന പ്രശ്നം. സോ പാർക്കിൻസോണിസം പോലെയുള്ളതാണ്ട് നമുക്ക് ലീവോഡോപ്പോ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് വി ആർ ഓൾറെഡി ഗിവിംഗ് D2 ബ്ലോക്കർ മൂലമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സോ D2 ബ്ലോക്കിങ്ങിന് ലീവോഡോപ്പോ കൊടുത്തിട്ട് കാര്യമില്ല. സോ വി നീഡ് ടു ഗിവ് സെൻട്രലി ആക്ടിംഗ് ആന്റി കോളിനർജിക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സെൻട്രലി ആക്ടിംഗ് ആന്റി കോളിനർജിക്സ് ഏറ്റവും ഫേമസ് ഇസ് ബെൻസെക്സോൾ ഓർ ട്രൈക്സിഫെനിഡൈൽ ആണ്. ബെൻസെക്സോൾ എന്ന് എഴുതിയേക്കാം പേര്. ട്രൈക്സിഫെനിഡോൾ ഉണ്ട്, ദെൻ ബെൻസെട്രോപ്പൻ ഉണ്ട്, ബൈപെരിഡൻ പോലെയുള്ള മരുന്നുകളാണ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രീറ്റിംഗ് ദിസ് പാർക്കിൻസൺസ് ഡിസീസ് ബിക്കോസ് ഓഫ് ദിസ് യൂസേജ് ഓഫ് ആന്റിസൈക്കോട്ടിക്സ്. D2 ബ്ലോക്കിംഗ് മൂലമുള്ള എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോമിലെ മൂന്നാമത്തെ പ്രശ്നം. ഇനി നാലാമത്തെ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം നമുക്ക് പറയാനുള്ളത്, എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് നമുക്ക് പറയാനുള്ളത്, അതാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോമൺലി സീൻ എക്സ്ട്രാ പിരമിഡൽ ഡിസോർഡർ. സോ അതൊരു ഫസ്റ്റ് വീക്ക് ടു 8th വീക്ക്, ഈ വീക്കിനിടയിൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ്. ദിസ് ആൻ ആങ്സൈറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. അതിനെ നമ്മൾക്ക് അക്കാത്തീസിയ എന്നാണ് വിളിക്കുക. അക്കാത്തീസിയ. സോ ദിസ് ദ ഫോർത്ത് ഡിസോർഡർ. എർജ് ടു മൂവ്, അനങ്ങാനായിട്ടുള്ള ഒരു എർജ്. ഓക്കെ, ഇപ്പൊ ഒരാളത് ഒരു കാലിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ, ഒരാൾ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആദ്യം ഒരു കാലിൽ നിൽക്കും, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ രണ്ടാമത്തെ കാലിൽ. സോ അതിന് നമ്മൾ വിളിക്കുക മാർച്ചിങ് സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളാണ്. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ വി വിൽ ഗീവ് ആങ്സൈറ്റി റിലേറ്റഡ് ആണ്ട് ആങ്സിയോലിറ്റിക്സ് ലൈക്ക് ഡയസിപ്പാം നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻ കേസ് വി നീഡ് ടു ഗീവ് പ്രൊപ്രാനലോൾ പോലെയുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെ EPS എന്ന് പറയുന്നത് പതിയെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകും. മരുന്ന് കഴിച്ച് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതിനെ നമുക്ക് ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്നാണ്. ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്ന് പറയും. ടാർഡീവ് എന്ന് കഴിഞ്ഞാൽ സ്ലോ, പതിയെ ഉണ്ടാവുന്നതാണ്. ഡിസ്കൈനേഷ്യ എന്ന് പറയുമ്പോൾ എക്സസീവ് മസിൽ മൂവ്മെന്റ് കൂടുതലാവുക. മരുന്ന് നിർത്തിയതിന് ശേഷം ഉണ്ടാകാം, അല്ലെങ്കിൽ മരുന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ നാൾക്ക് ശേഷം ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. പക്ഷെ ഇതാണ് ദ മോസ്റ്റ് സീരിയസ്, ഏറ്റവും സീരിയസ്. മറ്റേത് നമ്മൾ എമർജൻസി സീരിയസ് ആണ്, നമ്മൾ NMS ന്യൂറോലപ്പ് മലിഗ്നൻസി സിൻഡ്രോം പറഞ്ഞത്. ദിസ് ഈസ് സീരിയസ്. ഇത് സീരിയസ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദിസ് ഈസ് എ പെർമനന്റ് ഡിസോർഡർ ആണ്. പെർമനന്റ്, ഇത് മാറില്ല, റിവേഴ്സിബിൾ അല്ല. ആൻഡ് ദിസ് വിൽ ബി ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുന്നതാണ്. എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രിമേസിങ്, ലിപ് സ്മാക്കിംഗ്, പെർസിങ് ഓഫ് ലിപ്സ്, ഐ ബ്ലിങ്കിങ്, കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്നത് തൊട്ട് ചുണ്ട് ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പല്ല് കടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ആൻഡ് സ്ത്രീകളിലായിരിക്കും ഇത് കൂടുതൽ. മുഖത്തെ ചില ആക്ഷൻ, പ്രത്യേകതരം ആക്ഷൻസ്, റിപ്പിറ്റേറ്റീവ് ആക്ഷൻ ആണ് ഇതിന്റെ പ്രശ്നം, നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻ. സോ ഇത് ഉണ്ടാവാനുള്ള കാരണം, ടാർഡി ഡിസ്കൈനേഷ്യ ഉണ്ടാവാനുള്ള കാരണം പറയുന്നത് മരുന്ന് ഉപയോഗിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ട് നിർത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ദ റിസപ്റ്റേഴ്സ് ബിക്കം സൂപ്പർ സെൻസിറ്റീവ്. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ സൂപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് D2 റിസപ്റ്റർ. D2 റിസപ്റ്റർ സൂപ്പർ സെൻസിറ്റിവിറ്റി ആണ് ഇതിന് കാരണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ മരുന്നുകൾ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദ മെഡിസിൻ, സ്റ്റോപ്പ് ദ മെഡിസിൻ, നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. ദെൻ സ്റ്റാർട്ട് ക്ലോസപ്പ്. ക്ലോസപ്പിന് ഈ EPS ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ക്ലോസപ്പിൻ എന്ന് പറയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് വാട്ട് ഡ്രഗ്സ് വി ക്യാൻ ഗീവ് ഫോർ ദ ട്രീറ്റ്മെന്റ്? നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗുകൾ വാൽബനാസിൻ ഉണ്ട്, ദെൻ ടെട്രാബെനാസിൻ ഉണ്ട്, ദെൻ ഡ്യൂ ടെട്രാബെനാസിൻ ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള VMAT2 ഇൻഹിബിറ്റേഴ്സ് ഓർ ഡോപ്പമിൻ ഡിപ്ലീറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് കോറിയക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. സോ ദീസ് 5, ഈ 5 കാര്യങ്ങളാണ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിൽ വരുന്നത്. ആൻഡ് ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ആന്റിസൈക്കോട്ടിക്സ് വിച്ച് ബ്ലോക്സ് ദ D2 റിസപ്റ്റർ. D2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി അടുത്ത ഒരു ഡിസോർഡർ, ദാറ്റ്സ് ഓൾസോ ബിക്കോസ് ഓഫ് ഇൻഹിബിഷൻ ഓഫ് ദിസ് D2 റിസപ്റ്റർ. D2 റിസപ്റ്റർ ബ്ലോക്കിംഗ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് ആണ്. അതിന്റെ പ്രശ്നം ഹൈപ്പർ പ്രോലാക്ടിനീമിയ എന്നാണ്. ഹൈപ്പർ പ്രോലാക്ടിനീമിയ എന്നുള്ള പ്രശ്നമാണ്. നമുക്കറിയാം ഡോപ്പമിൻ ആണ് പ്രൊലാക്റ്റിന്റെ റിലീസ് തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് ഡോപ്പമിൻ ഈസ് ബ്ലോക്ക്, മോർ പ്രൊലാക്റ്റിൻ വിൽ ബി റിലീസ്.
increase. So prolactin കൂടും. prolactin കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെച്ചാൽ ഗാലക്ടേറിയ ഉണ്ടാക്കാം. ഗാലക്ടേറിയ, then amenorrhea. Galactorrhea means increased milk secretion. Amenorrhea ഉണ്ടാക്കാം. then endometrial thinning ഉണ്ടാക്കാം. then infertility syndromes ഉണ്ടാക്കാം. infertility ഉണ്ടാക്കാം. then gynecomastia വേണമെങ്കിൽ ഉണ്ടാക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ ഉണ്ടാകുന്നത്. സോ ഓൾ D2 ബ്ലോക്കേഴ്സ് എല്ലാം ഇത് ഉണ്ടാക്കാം. ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാം, സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കാം. ഉണ്ടാക്കില്ലാത്ത മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ ക്ലോസപ്പിന് ഉണ്ടാക്കില്ല എന്ന് നമുക്കറിയാം. ദെൻ അരിപിപ്രസോൾ ഉണ്ടാക്കില്ല, ബ്രെക്സിപിപ്രസോൾ ഉണ്ടാക്കില്ല, കാരിപ്രാസിൻ ഉണ്ടാക്കില്ല, ദെൻ പിമാവാൻസറിനും ഉണ്ടാക്കില്ല. ഇത്രയും മരുന്നുകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത മരുന്നുകൾ. ഇനി മറ്റു ചില സൈഡ് എഫക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ. H1 ബ്ലോക്കിംഗ് ആക്ഷൻ മൂലമുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തായിരിക്കും? വൺ, ഇറ്റ് വിൽ ബി സെഡേഷൻ, ഭയങ്കരമായിട്ട് ഉറക്കം വരും. ദെൻ ഇൻക്രീസ്ഡ് ഫുഡ് ഇൻടേക്ക്, ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കും അല്ലെങ്കിൽ തടി വെക്കാനുള്ള ചാൻസ്. സോ അത് ഏറ്റവും കൂടുതലുള്ളത് ക്ലോർപ്രൊമാസിൻ എന്ന് പറയുന്ന മരുന്നിനാൽ തന്നെയാണ്. ദെൻ സെക്കൻഡ്, ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്കിലാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതലുള്ളത് ക്വിറ്റിയാപ്പിൻ ആണ്. ക്വിറ്റിയാപ്പിൻ എന്ന് പറയുന്ന ഡ്രഗ് ആന്റിഹിസ്റ്റമിനിക് ആയിട്ട് പ്രൂറൈറ്റിസിന് വരെ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. സോ H1 ബ്ലോക്കിംഗ് ആക്ഷൻ ആണ് ഒരു സൈഡ് എഫക്ട്. രണ്ടാമത്തെ സൈഡ് എഫക്ട് ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സുകളാണ്. ആന്റി കോളിനർജിക് സൈഡ് എഫക്ട് നമ്മൾ സാധാരണ പറയുന്ന ഡ്രൈ മൗത്ത്, യൂറിനറി റിറ്റൻഷൻ, ബ്ലഡ് വിഷൻ പോലെയുള്ളത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ മോർ ഫോർ ക്ലോർപ്രൊമാസിൻ. മൂന്നാമത്തെ സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ആണ്. പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാൻ കാരണം α1 റിസപ്റ്റർ ബ്ലോക്കിംഗ് മൂലമാണ്. α1 റിസപ്റ്റർ ബ്ലോക്കിംഗ് ഏറ്റവും കൂടുതൽ നടത്തുന്ന ഡ്രഗ് ക്ലോർപ്രൊമാസിൻ തന്നെയാണ്. ഇനി നാലാമത്തെ ഒരു സൈഡ് എഫക്ട് ക്ലോർപ്രൊമാസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്, കോളിസ്റ്റാറ്റിക് ജോണ്ടിസ്. കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് ഉണ്ടാക്കാവുന്ന ഒരു ഡ്രഗ് ആണ് ക്ലോർപ്രൊമാസിൻ. ദെൻ അഞ്ചാമത്തെ ഒരു സൈഡ് എഫക്ട് സംതിങ് റിലേറ്റഡ് ടു ഐ, ഡെപ്പോസിഷൻ ഓഫ് ഡ്രഗ് ഇൻ ഐ. കണ്ണിൽ മരുന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഓൺ ഐ. ഓക്കെ, ക്ലോർപ്രൊമാസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇൻ ദ ലെൻസിൽ ഓർ ഇൻ ദ റെറ്റിന ഓർ ഇൻ ദ കോർണിയ. സോ ദിസ് ക്യാൻ കോസ് വോർട്ടെക്സ് കെരാറ്റോപ്പതി. വോർട്ടെക്സ് കെരാറ്റോപ്പതി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. നമ്മളിത് ആന്റി അരിത്മിക് ഡ്രഗിൽ നമ്മൾ അമിയോഡാറോണിലും പറഞ്ഞു. സോ ദ സെയിം എഫക്ട് ദിസ് ക്യാൻ കോസ് ഹിയർ ഓൾസോ. ഇനി കണ്ണിൽ പ്രശ്നം ഉണ്ടാക്കാവുന്ന വേറൊരു മരുന്നുണ്ട്, ഐയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു മരുന്ന്. അത് മരുന്നിന്റെ പേര് തയോറിഡാസിൻ. തയോറിഡാസിൻ ഈസ് ഓൾസോ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ആണ്. ആൻഡ് ഈ കണ്ണിലെ ഈ പ്രശ്നം മൂലമാണ് ഈ മരുന്ന് നിരോധിച്ചിരിക്കുന്നത് പല രാജ്യങ്ങളിലും. അതിന്റെ പേര് റെറ്റിനൽ ഡീജനറേഷൻ എന്നാണ്. റെറ്റിനൽ ഡീജനറേഷൻ ഉണ്ടാക്കും ഈ മരുന്ന്. സോ അതുകൊണ്ടാണ് ബാൻഡ് ആയിരിക്കുന്നത് പല. ആൻഡ് ഇത് തയോറിഡാസിനും കുറച്ച് ആന്റി കോളിനർജിക് സൈഡ് എഫക്ട് ഉള്ള മരുന്ന് തന്നെ. ദെൻ ആറാമത്തെ പ്രധാന പ്രശ്നം വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിനെ നമുക്ക് വെയിറ്റ് ഗെയിൻ എന്ന് മാത്രമല്ല നമ്മൾ എഴുതുക, വി വിൽ റൈറ്റ് ആസ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം. ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൂടുതലും എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിനാണ് കൂടുതൽ. ക്ലോർപ്രൊമാസിനും കുറച്ചുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോംസ് ഓർ ഡിസോർഡേഴ്സിൽ വരുന്നത് ഒന്ന് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം. ദെൻ ഡിസ്ലിപ്പിഡീമിയ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള HDL കൊളസ്ട്രോൾ കുറയുകയും ദെൻ ഇൻക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ് ആൻഡ് ഇൻക്രീസ്ഡ് LDL ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാക്കാം. ദെൻ അനദർ ഈസ് ഇമ്പോർട്ടന്റ് ഈസ് വെയിറ്റ് ഗെയിൻ. സോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഓൾ ദീസ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് can happen because of one receptor, and this receptor is called as 5-HT2C receptor ലുള്ള ആക്ഷൻ മൂലമാണ്. 5-HT2 receptor blocking ആക്ഷൻ മൂലമാണ് ഇതുണ്ടാവുന്നത്. And this can happen for clozapine ഏറ്റവും കൂടുതലായിട്ടുണ്ടാകും. Then olanzapine ഈ പ്രശ്നം കൂടുതലാണ്. ഓക്കെ, ഇനി വെയിറ്റ് ഗെയിൻ ഇല്ലാത്തപ്പോൾ ഏതായിരിക്കും? വെയിറ്റ് ഗെയിൻ ഇല്ലാത്തത് അരിപിപ്രസോളിനില്ല, സിപ്രാസിഡോണിനില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള ഡ്രഗുകൾക്ക് അത്തരം പ്രശ്നങ്ങൾ കുറവാണ്. ദെൻ നമ്മൾ ഇതിനിടയിൽ വേറെ മരുന്നിനെ പറ്റി പറഞ്ഞായിരുന്നു, വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു മരുന്ന് മറന്നു പോകണ്ട, ദാറ്റ് ഈസ് മോളിൻഡോൺ ആണ്. മോളിൻഡോൺ എന്ന് പറയുന്ന മരുന്ന് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് മരുന്നാണ്. ദാറ്റ് കോസസ്
causes weight loss instead of weight gain. ഇനി because we are talking about 5HT2C receptor antagonist, there is a drug which is used for obesity. Obesityക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഒരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. That is 5HT2C agonist ആണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള. ആ മരുന്നിന്റെ പേര് ലോർകാസെറിൻ എന്നാണ്. ലോർകാസെറിൻ. So ലോർകാസെറിൻ is an anti-obesity drug which is an agonist on 5HT2 receptor. പക്ഷെ അപ്പോൾ എന്തായിരിക്കും ഒരു പ്രശ്നം? നേരെ ഓപ്പോസിറ്റ് ആണ്. It can cause psychosis. Psychosis ഉണ്ടാക്കാം എന്ന് തിരിച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് സെറിബ്രോ വാസ്കുലാർ ആക്സിഡൻസ്. സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഈ മരുന്ന് ഏതാണെന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ആയിട്ടുള്ള റിസ്പെരിഡോൺ ആണ്. റെസ്പെരിഡോൺ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ ഓൺ ഹാർട്ട്, കാർഡിയോവാസ്കുലാറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഹാർട്ട്, പല ആന്റിസൈക്കോട്ടിക്സും ദിസ് ക്യാൻ പ്രൊലോങ് ദ ക്യൂറ്റി ഇന്റർവൽ. ക്യൂറ്റി ഇന്റർവൽ പ്രൊലോങ് ചെയ്യാൻ പറ്റുന്ന പല മരുന്നുകളുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് സിപ്രാസിഡോൺ. സിപ്രാസിഡോൺ ആണ് ഏറ്റവും കൂടുതൽ ക്യൂറ്റി പ്രൊലോങ്ങേഷൻ. സോ ദ ആന്റിസൈക്കോട്ടിക് വിച്ച് കോസസ് മാക്സിമം ക്യൂറ്റി പ്രൊലോങ്ങേഷൻ ഈസ് സിപ്രാസിഡോൺ. ദെൻ കംസ് ക്വിറ്റിയാപ്പിൻ ഉണ്ട്. ദെൻ സെർട്രിൻഡോൾ എന്ന് പറയുന്ന മരുന്നിനുണ്ട്. ദെൻ തയോറിഡാസിൻ ഉണ്ട്. തയോറിഡാസിൻ ഫസ്റ്റ് ജനറേഷൻ ആണ്, ബാക്കിയെല്ലാം സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് മരുന്നാണ്. ദെൻ ഇത് ഉണ്ടാക്കാത്ത മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ലുറാസിഡോൺ എന്ന് പറയുന്ന മരുന്നാണ്. ലുറാസിഡോൺ ഡസൻറ്റ് കോസ് ക്യൂറ്റി പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. ആൻഡ് അവസാനത്തെ ഒരു പ്രശ്നം ഇനി പറയുകയാണെങ്കിൽ സീഷേഴ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് ക്ലോർപ്രൊമാസിൻ ആണ്, രണ്ടാമത് ക്ലോസപ്പിൻ. സോ ദ ഡ്രഗ് ക്ലോസപ്പിൻ and chlorpromazine, CPS is what first generation antipsychotic ആണ്, ഇത് second generation antipsychotic ആണ്. These two drugs can reduce the seizure threshold and it can cause seizure. ഇനി നമുക്ക് seizures പറഞ്ഞു, ക്ലോസപ്പിൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലോസപ്പിന്റെ മാത്രം പ്രധാനപ്പെട്ട ചില അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞാൽ വളരെയധികം പ്രശ്നമില്ലാത്തൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഹൈപ്പർ സലൈവേഷൻ. ഹൈപ്പർ സലൈവേഷൻ അല്ലെങ്കിൽ സൈലേറിയ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ വെറ്റ് പില്ലോ എഫക്റ്റ് എന്നോ വെറ്റ് പില്ലോ സിൻഡ്രോം എന്നോ ഒക്കെ പറയാം. ബിക്കോസ് ഉറക്കത്തിൽ വായിലൂടെ അധികമായിട്ട് സലൈവ വന്നിട്ട് പില്ലോയിലൊക്കെ ആവുന്നതാണ്. സോ ദിസ് ഈസ് നോട്ട് എ സീരിയസ്, ബട്ട് ദർ ഇസ് എ സീരിയസ്, വെരി സീരിയസ് പ്രോബ്ലം വിത്ത് ക്ലോസപ്പിൻ. ക്ലോസപ്പിന്റെ ഏറ്റവും സീരിയസ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ എഗ്രാനുലോസൈറ്റോസിസ് വരുന്നതുകൊണ്ടാണ് ക്ലോസപ്പിൻ നമ്മൾ ആദ്യത്തെ മരുന്നായിട്ട് കൊടുക്കാത്ത, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ ഹൈലി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണെങ്കിലും കൊടുക്കാത്തത്. ആൻഡ് ദിസ് ഈസ് അൺപ്രഡിക്റ്റബിൾ, ആൻഡ് ദാറ്റ് ഈസ് അൺപ്രഡിക്റ്റബിളിനെ നമ്മൾ ഇഡിയോസിൻക്രാറ്റിക് സൈഡ് എഫക്റ്റ് ആണെന്ന് പറയാം. സോ ഇഡിയോസിൻക്രാറ്റിക് ആർക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ അനദർ വേറൊരു പ്രശ്നമുള്ളത് മയോകാർഡൈറ്റിസ് ആണ്, മയോകാർഡൈറ്റിസ് ആൻഡ് ഓൾസോ സീഷേഴ്സ്. മയോകാർഡൈറ്റിസും സീഷേഴ്സും ഡോസ് ഡിപ്പെൻഡന്റ് ആണ്, പക്ഷെ ഇത് ഇഡിയോസിൻക്രാറ്റിക് ആണ്. സോ അതുകൊണ്ട് ബിക്കോസ് ഓഫ് ദിസ് അഗ്രാനുലോസൈറ്റോസിസ് എന്ന് വെച്ചാൽ ന്യൂട്രോഫിലിന്റെ എമൗണ്ട് ആയിരിക്കും കുറയുക, അല്ലെ, WBC കുറയും, അപ്പോൾ അതിൽ ആബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് ആയിരിക്കും കുറയുക. സോ വി നീഡ് ടു ചെക്ക്. നമുക്ക് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 3 ആഴ്ച, പിന്നത്തെ 6 ആഴ്ച, 9 ആഴ്ച, ഇങ്ങനെ പിന്നീട് ഓരോ മാസങ്ങൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വി നീഡ് ടു ചെക്ക് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യേണ്ടിരിക്കുക. ആൻഡ് വി നീഡ് ടു കൗണ്ട് ആബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ടും ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഗോസ് ബിലോ 3000, 3000-നോ 2000-ലോ താഴെ പോവുകയാണെങ്കിൽ വി ഹാവ് ടു സ്റ്റോപ്പ്, മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇഫ് ദ ഡോസ് ഇസ് 350 നാനോഗ്രാം പെർ ml നിർത്തുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറവാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാക്കാവുന്ന മറ്റു ചില മരുന്നുകളാണ് കാർബമാസെപ്പിൻ. ഓക്കെ, കാർബമാസെപ്പിൻ ഉണ്ടാക്കാം, വാൽപ്രോയിക് ആസിഡ്. സോ ഈ കാർബമാസെപ്പിൻ പോലെയുള്ള ഡ്രഗുകൾ ഇതിനൊപ്പം കൊടുക്കരുത് ഒരിക്കലും. കാർബമാസെപ്പിൻ ഇങ്ങനെയൊക്കെയുള്ള പല ഉപയോഗങ്ങളുള്ള മരുന്നാണ്. സോ ഷുഡ് നോട്ട് ബി ഗിവൺ ടുഗദർ. ആൻഡ് ദിസ് ഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം പറയുന്നത് സം ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ആണ്. ചില ജനറ്റിക്കൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരിലാണ് ഇത് ഗ്രാനുലോസൈറ്റോസിസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെട്ടിട്ടുള്ളത്. സോ ക്ലോസപ്പിൻ അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് ദ റിസർവ് ഡ്രഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. റിസർവ് ഡ്രഗ് ആണ്, ലാസ്റ്റ് റിസോർട്ട് ഡ്രഗ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് സൈക്കോസിസ്. 12 ആഴ്ച മറ്റു മരുന്നുകൾ കഴിച്ചിട്ട് ഫലമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ക്ലോസപ്പിൻ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കുക. ആൻഡ് ദിസ് ഈസ് ഓൾസോ ആൻ ആന്റി സൂയിസൈഡൽ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്. ആൻഡ് ഇറ്റ് ഹാസ് നോ EPS ഇല്ല. ദെൻ പ്രൊലാക്റ്റിൻ ലെവൽ കൂട്ടുന്ന പ്രശ്നം ഇല്ല. പക്ഷെ ഇറ്റ് ക്യാൻ കോസ് മെറ്റബോളിക് സിൻഡ്രോംസ് ഉണ്ടാക്കാം, ഓക്കെ, സെഡേഷൻ ഉണ്ടാക്കാം, ഹൈപ്പർ സലൈവേഷൻ ഉണ്ടാക്കാം, ഇൻക്രീസ് സീഷേഴ്സ് ഉണ്ടാക്കാം, മയോകാർഡൈറ്റിസ് ഉണ്ടാക്കാം, ആൻഡ്
mostly, and most importantly it can cause a granulocytosis. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലോസപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമ്മൾ മരുന്നുകളെ കുറിച്ചും അതിന്റെ ഫാർമക്കോളജിയും അതിന്റെ ആക്ഷൻ, യൂസസ്, അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് കണ്ടേക്കാം. വാട്ട് ഡ്രഗ്സ് ക്യാൻ കോസ് സൈക്കോസിസ്? സൈക്കോസിസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? മരുന്ന് ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ ഏതാണ്? സോ ഹാലൂസിനോജൻസ് എന്ന് പറയുന്ന ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? LSD ഉണ്ടാക്കാം, കൊക്കെയിൻ ഉണ്ടാക്കാം, ആംഫിറ്റമിൻസ് ലൈക്ക് MDMA ഉണ്ടാക്കാം, അല്ലെ, മെത്താംഫിറ്റമിൻ ഉണ്ടാക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ദിസ് ക്യാൻ കോസ് സൈക്കോസിസ് ഉണ്ടാക്കാം. ആൽക്കഹോൾ ക്യാൻ കോസ് സൈക്കോസിസ് ഉണ്ടാക്കാം. ലീവോഡോപ്പ, ബ്രോമോക്രിപ്റ്റിൻ പോലെയുള്ള ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് ക്യാൻ ഓൾസോ കോസ് സൈക്കോസിസ്. ഇതെല്ലാം സൈക്കോസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള മരുന്നുകളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോസിസ് ആൻഡ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.